ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ ഹെഡ് ഡോർ റോളിംഗ് ആയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്, ഡീകാർബണൈസിന് വേണ്ടി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വാൽവൊക്കെ നമ്മൾ ലെയ്ത്തിൽ കൊടുത്ത് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ പിസ്റ്റൺ പഴയ പിസ്റ്റൺ തന്നെ ഉണ്ട്, നമ്മൾ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യണേ. അതേപോലെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചാലാണ് സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് അതിൻ്റെ പിസ്റ്റൺ റിങ് നമ്മൾ മാറ്റിയിടുന്നുണ്ട്. പിസ്റ്റൺ റിങ്സ് അതായത് ഇതിൻ്റെ മുകളിൽ വന്ന റിങ്ങാണ്, അതായത് പിസ്റ്റണിൻ്റെ ടോപ്പിൽ വന്ന ഒരു വള പോലെ വരും ആയിട്ടാണ് റിങ്സ് എന്ന് പറയുക. അപ്പോൾ അത് നമ്മൾ മാറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആ ക്രാങ്കിൻ്റെ സൈഡിലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിലും തന്നെ ഓയിൽ സിലിണ്ടർ മാറ്റുന്നുണ്ട്. ഹെഡ് കവറിൻ്റെ മൗണ്ട് റബ്ബർ മാറ്റുന്നുണ്ട്. ഇത് ഗ്യാസ്കറ്റ് ഐറ്റംസ് ഉണ്ട്, ഹെഡ് ഗ്യാസ്കറ്റ്, സിലിണ്ടർ ഗ്യാസ്കറ്റ്, ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ്, അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമുക്ക് മാറ്റിയിടുന്നുണ്ട്. പിന്നെ വെച്ചാൽ നമുക്ക് കാർബറേറ്റർ ഫുള്ള് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം അഴുക്കുണ്ടായിരുന്നു, നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഉപയോഗിച്ചാണത് ഈ വെർത്ത് എന്ന് പറയുന്ന കമ്പനിയുടെ കാർബറേറ്റർ ക്ലീനറാണ്, നല്ല ക്ലിയർ സാധനമാണ്. അത് വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എൻജിൻ ട്യൂണിങ്ങൊക്കെ ആയിക്കുമ്പോഴത്തേക്കും കറക്റ്റ് നല്ല പെർഫോമൻസിലേക്ക് ആയിക്കോളും കേട്ടോ. സിലിണ്ടർ നിലവിൽ വേറെ ഡാമേജൊന്നുമില്ല. നമ്മളിപ്പോൾ പിസ്റ്റണിൻ്റെ റിങ്സ് മാത്രം മാറ്റി വാൽവ് സീറ്റിങ്ങൊക്കെ നടത്തിയിട്ടാണ് റീസെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഹെഡ് DC എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രയായിട്ടാണ് നമ്മൾ ചെയ്തു വരാം. വേറെ മേജറായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തേക്കാം. അതിൻ്റെ ബില്ലും ഡീറ്റെയിൽസും ബില്ലിൻ്റെ കാര്യങ്ങളും അതൊക്കെ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. ഓക്കെ.